ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ആര്യനാടാണ്. ആര്യനാട് കൊക്കോട്ടല. നമ്മളിവിടെ ഒരു ആറുണ്ട്. ആറിൻ്റെ മുകളിൽ കൂടെ പാലം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കടത്ത് വഞ്ചി നമുക്ക് ആളുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നതാണ് കടത്ത് വഞ്ചി. അപ്പോൾ ആ കടത്ത് വഞ്ചിയിൽ കയറി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഫ്രീ ആയിട്ട് തന്നെ പോവാം. ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഒരു വഞ്ചിക്കാരനുണ്ട്. ആ വഞ്ചിക്കാരനാണ് അത് തുഴഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് വഞ്ചി ആളും കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്, അക്കരയിലേക്ക്. അവിടെ ആളിറക്കിയിട്ട് അവിടെ നിന്നൊരു ചേച്ചിയും കയറ്റി പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൊന്ന് വഞ്ചിയിലൊന്ന് കയറി നോക്കാം. പുള്ളിക്കാരൻ ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് വഞ്ചിയിൽ നമുക്ക് കയറാം. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. വെള്ളം ഇപ്പം അധികം ഇല്ല, വെള്ളം കുറവാണ്. വെള്ളം കൂടുതലുള്ളപ്പോൾ നല്ല ഒഴുക്കാണ്. വഞ്ചിക്കാരന് കുറച്ച് പാടാണ് അതുവഴി വരാനൊക്കെ, വെള്ളം ഉള്ളപ്പോൾ. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഇനി ഇപ്പുറത്ത് വരട്ടെ, നമുക്ക് ചോദിച്ച് നോക്കാം. വെള്ളം ഇപ്പോഴും കൂടുതലാണോ അതോ കുറവാണോ എന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. പറ്റുമെങ്കിൽ ഒന്ന് കയറി അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തോട്ടൊന്ന് വരാം, ചോദിച്ച് നോക്കാം. എന്തായാലും ആ ചേച്ചിയെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വഞ്ചിയിൽ കയറി അപ്പുറത്ത് പോയ ആളാണ് അവിടെ നിൽക്കുന്നത്. കണ്ട വഞ്ചി നമ്മുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. വഞ്ചിയിൽ ഞാൻ 2-3 വട്ടം കയറിയിട്ടുണ്ടെങ്കിലും വീണ്ടും കയറാൻ ഒരു ആകാംക്ഷ. വഞ്ചി നമ്മുടെ അടുത്തെത്തി. ചേച്ചി ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്കിനി പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കയറാം, നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തോട്ട് വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വഞ്ചിയിലോട്ട് കയറിയിട്ടുണ്ടേ. വഞ്ചിയിൽ കയറുമ്പം പ്രത്യേക ഒരു ഫീലാണ്. നമ്മുടെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അത് കയറുമ്പോഴേ അതിൻ്റെ നമുക്കൊരു എന്താ പറയുക, കയറിയാലേ അതിനൊരു അനുഭവം നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും സൂപ്പറാണ്. വഞ്ചിയിൽ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും വഞ്ചികളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഒന്ന് അതിൽ കയറ്റി ഇക്കരെയൊക്കെ പോവാം. സൂപ്പറാണ്. നല്ല നമുക്ക് എന്തോ ഒരു സുഖം, നല്ലൊരു ഫീലാണ് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഒരു ചലനമില്ല ചേട്ടാ. നമുക്ക് ആൾ കൂടുതൽ ആകുമ്പോൾ ചിലപ്പോൾ ചലനം ഉണ്ടാവും. ചിലപ്പോൾ ചലനം ഉണ്ടാവും. ഇതിപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ സൈലൻ്റായിട്ട് പോകുമ്പോൾ ഒരു സുഖമുണ്ട്. പുള്ളിക്കാരൻ നമ്മളെ ഒന്ന് മുകളിലൂടെ കയറ്റിയാണ് അടുത്ത കടവിലോട്ട് കൊണ്ടുപോകുന്നത്. നല്ല സ്നേഹമുള്ള പുള്ളിയാണ് കേട്ടോ. നമ്മളൊക്കെ എത്താറായിട്ടുണ്ട്. അത് ആറ്റിന് നടുക്കൊരു കിടക്കുന്നുണ്ട്. അത് റബ്ബറാണ്. എവിടെ നിന്നോ കട ഒഴുകി വന്നതാണ്. അതിലുള്ള ചില്ലകളൊക്കെ ആൾക്കാർ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് പറയുന്നത്. അത് എടുക്കാൻ പറ്റാത്തത്. ഇനി ഇവിടെ പാലം വരുമെന്നൊക്കെയാണ് പറയണത്. പാലം വരെയാണെങ്കിൽ പുള്ളിക്കാരനവിടെ കാണില്ല. പുള്ളിക്കാരനെ ഓഫീസിലോട്ട് മാറ്റുമായിരിക്കുമെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ, ഞാൻ മൈക്കൊന്നും എടുത്തില്ല, അതാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ മൈക്കൊന്നും കൊടുക്കട്ടെ. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി, പുള്ളിക്കാരന് മൈക്ക് കൊടുത്തില്ല. നമ്മളിങ്ങനെ ഒഴുകി പോകുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ സ്വർഗത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ഫീലാണ്. സ്വർഗത്തിൽ ഞാൻ പോയിട്ടില്ല, പോയിട്ട് വരുമ്പോഴത്തെ ഒരു ഫീലാണ്. നമ്മൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ സ്വർഗം. അങ്ങനെ ഒരു ഫീല് നമുക്ക് ഇതിൽ അനുഭവപ്പെടാം. നമ്മളക്കരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയാണ് ആൾക്കാർ പോകുന്നത്. ഇതുവഴി സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ
അക്കരയിൽ നിന്ന് ഇക്കരെ നമുക്ക് ആര്യനാടൊക്കെ ഇതുവഴി ആ വഴിയുണ്ട്, ഇടവഴി, അതുവഴിയൊക്കെ നമുക്ക് ആര്യനാട് പോവാം. കോട്ടയ്ക്കകം കയറി ആര്യനാട് പോവാം. നമ്മളിനി അപ്പുറത്തോട്ട് പോവുകയാണ്. തിരിച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട്. അതാണ് നമ്മൾ അവിടെ ആ കടവിൽ നിന്നാണ് കയറി ഇപ്പുറത്തോട്ട് വന്നത്. അപ്പോഴിനിപ്പോൾ ഇവിടെ പാലം വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴിവിടെ ഈ വഞ്ചി കാണില്ല. ഈ വഞ്ചി വേറെ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് വേറെ എവിടെയെങ്കിലും വഞ്ചിയുടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ 1-2 സ്ഥലത്തിൽ ഇങ്ങനെയുള്ള കിടത്ത് വഞ്ചി, ഗവൺമെൻറ്റിൻ്റെ കിടത്ത് വഞ്ചികൾ കാണുള്ളൂ, പാലം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ. ഈ ആര്യനാട് തന്നെ 2-3 വഞ്ചികളുണ്ടായിരുന്നു. അപ്പം 1-2 പാലങ്ങൾ വന്നപ്പോൾ വഞ്ചികളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ആര്യനാട് ഏരിയയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെയല്ല, നല്ല ഒഴുക്കുണ്ട്. പുള്ളിക്കാരൻ നമ്മളെയും കൊണ്ടങ്ങ് തുഴഞ്ഞ് അക്കരയിലോട്ട് പുള്ളി ആസ്വദിച്ച് തുഴയാണ്. നമ്മളെത്തിയിട്ടുണ്ട് കടവിൽ, ഏകദേശം എത്താറായിട്ടുണ്ട്. എൻ്റെ വണ്ടി അവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അതുവഴി അക്കരെ കൂടെ തന്നെ കയറി ആര്യനാട് കയറി അങ്ങനെ പോകാമായിരുന്നു. എൻ്റെ വണ്ടി ഇക്കരയാണ് ഇരിക്കുന്നത്. അപ്പോഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങൊരു യാത്ര. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ഒരു ചെറിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനി എടുത്തിടാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇറങ്ങി പോവുകയാണ്. പുള്ളിക്കാരൻ ഏകദേശം ലാൻഡ് ചെയ്യിച്ചു. ഇത് കണ്ട, പുള്ളിക്കാരൻ്റെ 2 കമ്പുണ്ട്. ഒന്ന് നമ്മുടെ സെൻട്രൽ ഭാഗത്തോട്ട് പോകുമ്പം വലിയ കമ്പും, അറ്റത്തോട്ട് വരുമ്പോൾ ചെറിയ കമ്പും. അപ്പോൾ ഞാൻ പോവുകയാണേ. പുള്ളിക്കാരനെ ടാറ്റയും പറഞ്ഞ് ഒരുപാട് നന്ദിയും പറഞ്ഞ് ബായ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക. ടാറ്റാ.